എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവാം. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നമ്മുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഞാൻ അറിയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ അതേ അഭിപ്രായം അല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളുടെ ആ വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ ശരിയും തെറ്റും എനിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുന്ന കോണ്ടന്റ്സ് എല്ലാം കറക്റ്റാണ് എന്ന് ചിന്തിച്ചിട്ട് കുറച്ച് അഹങ്കാരമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ശരിക്കും രാവിലെ വളരെയധികം ഞെട്ടലോടെയാണ് ആ ഒരു വാർത്ത കേട്ടത്. എൻ്റെ സ്വന്തം നാട് തന്നെയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് രാവിലെ കേട്ട വാർത്ത 2 വയസ്സുള്ള കുഞ്ഞിനെ കാണുവാനില്ലെന്നായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വന്നു, കുഞ്ഞിൻ്റെ ശരീരം കിണറ്റിൽ നിന്ന് കിട്ടി. ഒരുപാട് ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഇപ്പോഴും അത് മാറിയിട്ടുമില്ല. ഉച്ചയ്ക്കാണ് ഞാൻ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണുന്നത്. ശരിക്കും പെടഞ്ഞുപോയി. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ തോന്നി, ഈ 2-2.5 വയസ്സ്, രാവിലെ 2 വയസ്സെന്ന് കേട്ടു, പിന്നെ 2.5 വയസ്സെന്ന് കേട്ടു. എത്രയാണെങ്കിൽ തന്നെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടി, അതും അതിരാവിലെ 5 മണി 5:30 മണി സമയമാണ് പറയുന്നത്. ആ സമയത്ത് എങ്ങനെ കിണറ്റിൻകര വരെ നടന്നു പോയിട്ട് അതിലേക്ക് വീണ് പോകും? ആ കിണറിനെ സംബന്ധിച്ചാണെങ്കിൽ കൈവരിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏന്തി വലിഞ്ഞ് കുഞ്ഞിന് ചാടാനും പറ്റില്ല. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചത് എന്നൊരു സംശയം ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇത് പറയുകയും ചെയ്തു. ഇതൊരിക്കലും ആ കുട്ടി പോയി വീണതായിരിക്കില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും വാർത്തകൾ വന്നു തുടങ്ങി, കുട്ടിയുടെ അമ്മാവനാണ് കുട്ടിയെ എടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരിൽ പലരും സാത്താൻ്റെ സന്തതികളാണെന്ന് പറയേണ്ടി വരും. അത്രയും മൃഗീയമായ കൊലപാതക വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയെ മകൻ കൊല്ലുന്നു, അയൽക്കാരെ യുവാവ് വെട്ടിക്കൊല്ലുന്നു, ചെന്താമരയുടെ കേസ്, ഇപ്പോൾ ദേ ഇത്. അതും ഈ പിഞ്ചു കുഞ്ഞിനോട് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് സഹിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് ശരിക്കും അത് മനസ്സിൽ നിന്ന് മാറുന്നില്ല. എന്തായാലും ആ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർ ഈ ഒരു മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഈ കുടുംബത്തെ അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആ പഞ്ചായത്ത് മെമ്പർ. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോയിട്ട് വരാം. കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദുരൂഹതകൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ പ്രദേശത്തുള്ളവരും തൊട്ട അയൽവക്കത്തുള്ളവരും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ഈ കുടുംബവുമായി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ KKM സുനിൽ ഈ വിഷയത്തിൽ അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. പഞ്ചായത്ത് ബാലരാമപുരം പഞ്ചായത്ത് 11-ാം വാർഡ് കോട്ടുകൽക്കുണമാണ്. ഈ സംഭവം നമുക്ക് സാധാരണ ഭയങ്കര ഒരു ഞെട്ടലുണ്ടാക്കുന്ന തീർച്ചയായിട്ടും കുഞ്ഞാണ്, അതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു, കൊലപാതകമാണെന്ന് പറയുന്നു. ശരിക്കും എന്താണ് ഈ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം? ഈ വീടുമായി ബന്ധപ്പെട്ട് കുറേ നാളുകൾ കൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായൊരു ബാധ്യതയുള്ള ഒരു കുടുംബമാണെന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതൊരു കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ ഈ വീട്ടിലെ മരിച്ച കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചിട്ട് ഇന്ന് 16ആണ്. അപ്പോൾ ഇന്ന് 16 ആയതുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് കുട്ടി കിടന്നതെന്നുണ്ട്. അച്ഛനും അമ്മയും വെവ്വേറെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു പിണക്കമല്ല, വർഷങ്ങളായിട്ട് മാറി തന്നെ താമസിക്കുന്ന അയാൾ പാറശാല കുറ്റാമം പ്രദേശത്തെങ്ങാണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നു. ഇന്ന് രാവിലെ ഇങ്ങനെ കുട്ടിയെ കാണാനില്ല എന്ന് വിളിച്ചു. ആളുകളിൽ ഇങ്ങനെ കൂടി എല്ലാവരും എത്തിയപ്പോഴേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിത് അറിഞ്ഞു, ഞാനും എത്തി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കുട്ടി അച്ഛൻ്റെ അടുത്താണ് കുട്ടി കിടന്നത്. കുട്ടിയുടെ അമ്മ ശ്രീതു പറഞ്ഞതാണ്. ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു കുഞ്ഞ് കരയുന്നു, നോക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് ബാത്റൂമെല്ലാം പോയിട്ട് ഫ്രഷായിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മോളെ കാണാനില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്നൊരു സംശയം, കുട്ടി എങ്ങോട്ട് പോയെന്ന് സംശയം. പിന്നെ ഇതിനേക്കാൾ ഉപരി വീട്ടിനകത്ത് ഒരു മുറിയിൽ തീ കത്തിയ പാടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 2-3 മണിയോടുകൂടി ഈ പറഞ്ഞതുപോലെ വീട്ടിനകത്തൊരു തീപിടുത്തം പോലെ ഉണ്ടായി. അവരണച്ചു, വെള്ളം ഒഴിച്ചണച്ചു. ഈ 2-3 മണിക്ക് തീപിടുത്തം ഉണ്ടായിട്ട് കാര്യമില്ല. മാത്രമല്ല ആ മുറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും മണ്ണെണ്ണയുടെ നല്ല രൂക്ഷഗന്ധം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്. പിന്നെ അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ഇതിനകത്ത് ഇവർ സാമ്പത്തികമായി ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അത് ഒന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വീട് വെച്ചു അല്ലെങ്കിൽ കുറച്ച് വസ്തു വാങ്ങി അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. കാരണം ഇവിടെ ജന്മസ്ഥലം ഇവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അറിയാം. വളരെ മാന്യമായി താമസിക്കുന്ന പാവപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ജോലി 6 മാസത്തേക്ക് അങ്ങോട്ട് കിട്ടി. അത് സ്ഥിരം പണിയാണെന്ന് പറഞ്ഞ ആളുകളോട് പലരെയും മുട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു ഒരു പക്ക ഫ്രോഡാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ മെമ്പർ പറയുന്ന പ്രകാരം അദ്ദേഹം പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറേയധികം രൂപയുടെ കടമുണ്ട്. ഏകദേശം 58 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പറയുന്നത്. ഇവരിപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ്. അപ്പോൾ ഒരു അടിച്ചുപൊളി
ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം ഒരു പക്ഷേ ഈ ശ്രീതു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് കാശ് തികയാതെ വരുമ്പോൾ, കാശില്ലാതെ വരുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന പലരും മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പലരോടും കടം മേടിച്ചിട്ടുണ്ട്. ഈ ഇടയായിട്ട് ശ്രീതു തല മൊട്ടയടിച്ചു. അതിന് കാരണം ചോദിച്ചപ്പോൾ അച്ഛന് സുഖമില്ലായിരുന്നു. ഈയിടെയാണ് ഇവരുടെ അച്ഛൻ മരിക്കുന്നത്. അച്ഛന് സുഖമില്ലാതായപ്പോൾ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടി നേർച്ച നേർന്നു. അതിൻ്റെ ഫലമായിട്ട് തല മൊട്ടയടിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു ശ്രീതുവിന് കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, കീമോ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ മുടി പൊഴിഞ്ഞതാണ്, അതുകൊണ്ട് മൊട്ടയടിച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം ആളുകളിൽ നിന്നും പൈസകൾ കടം മേടിക്കുകയും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഈ ശ്രീധുവിനുണ്ടെന്നാണ് ഈ മെമ്പർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൊലപാതകം പോലും എനിക്ക് ഈ അമ്മാവനാണ് കൊന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ശ്രീധു പറയുന്നു ഈ കുഞ്ഞ് കിടന്നത് അച്ഛനടുത്താണെന്ന്, ഈ അമ്മാവൻ പറയുന്നു അമ്മാവൻ്റെ കൂടെയാണ് കിടന്നതെന്ന്. ഇങ്ങനെ ഇവർ മൊഴികൾ ഇങ്ങനെ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മാവനും ശ്രീധുവും ചേർന്നാണോ ഈ കൊലപാതകം ചെയ്തത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു സംശയം. എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയൊരു കഥ ഉണ്ടാക്കണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും താൻ 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കൊല്ലാൻ കൊടുക്കാനോ സാധിക്കുമോ? ഇപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം അതാണ്. ഇവരൊന്നും ശരിക്കും പുറം ലോകം കാണരുത്, ഇല്ലെങ്കിൽ തട്ടിയേക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അത്രയും പരിതാപകരമായതുകൊണ്ടാണ് ഇപ്പോഴും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ കൊലപാതകം ചെയ്താലും ജീവപര്യന്തം. ഇനി വധശിക്ഷയ്ക്ക് വിധിച്ചാലോ ജയിലിൽ കിടന്ന് മൃഷ്ടാനം ഭക്ഷണം കഴിച്ച് കിടക്കാം. വധശിക്ഷ നടപ്പിലാവുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ചെന്താമരയാണെങ്കിലും ഇപ്പോൾ ഇവരാണെങ്കിലും ഇതിനു മുൻപ് നടന്ന കൊലപാതകങ്ങളാണെങ്കിലും ഇവരെല്ലാം കൂടുതൽ ക്രൈം ചെയ്യാൻ തയ്യാറാവുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരികയാണ്. അതിന് കാരണം ഇവിടുത്തെ നിയമം ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാറേണ്ട നിയമമാണെങ്കിൽ മാറണം. ഒരു കുറ്റം കണ്ടാൽ അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാണ്ട് ജയിലിൽ കൊണ്ടിട്ട് വെറുതെ തീറ്റിപ്പോരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതല്ലാണ്ട് ഈ ക്രിമിനലുകളെ ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്, ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവരെ. ഞങ്ങൾ കുട്ടി അങ്ങനെയാണ് ഞങ്ങൾ സംശയിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് മുത്തശ്ശി രാഗിണി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നു, കുട്ടി ഓടിഞ്ഞ് റോഡിലേക്ക്. ഇതൊരു പുതിയ കഥയാണ്. ഇപ്പം ഈ മെമ്പർ പറയാൻ പോകുന്ന പുതിയൊരു കഥയാണ്. അതായത് ഈ ശ്രീതു നാട്ടുകാരിൽ നിന്നും കാശ് മേടിക്കാൻ പറഞ്ഞൊരു കഥയാണ്. അതാണ് ഈ മെമ്പർ പറഞ്ഞു വരുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. മുകളിൽ നിന്നൊരു വാഹനം ഈ കുട്ടിയെ ഇടിക്കുന്നു, കുട്ടി തെറിച്ച് റോഡിൽ വീഴുന്നു. ഇത് കണ്ട് മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ കുട്ടിയും മുത്തശ്ശിയും മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മ ശ്രീതു ചിലരോട് കടം വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓരോ തരത്തിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും മൊത്തത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹത ഇതിനകത്തുണ്ട്. ഇത് കുട്ടിയെ പുറത്തു നിന്നൊരാൾ വന്ന് കൊണ്ടിട്ടതല്ല, ഇവർ തന്നെയാണ് കൊണ്ടിട്ടത്. പക്ഷേ കുട്ടിയുടെ ബോഡി എടുക്കും. അതായത് പോലീസ് രാവിലെ എത്തുമ്പോഴേക്കും DSP അടക്കം ഇവിടെ എത്തി. അപ്പോൾ DSP അടക്കം എത്തി നോക്കുമ്പോഴേക്കും ഇങ്ങനെ മൊത്തം നോക്കി. അപ്പോൾ കിണറിലാണെങ്കിൽ വർഷങ്ങൾ കൊണ്ട് തുണി മൂടിയിട്ടിരുന്നതാണ്. ആ കിണർ നോക്കൂ, ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ അരയോളം ഹൈറ്റ് ആ തൊടിക്കുണ്ട്, ആ കിണറിൻ്റെ ചുറ്റുമതിലിനുണ്ട്. അപ്പോൾ ഒരു 2.5 വയസ്സുള്ള കുഞ്ഞിന് ഒരിക്കലും അതുവഴി ചാടി കയറാനുള്ള യാതൊരു സാധ്യതയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി തനിയെ പോയി വീണതല്ല എന്നുള്ളത്. അവിടെയാണ് പോലീസിന് സംശയം തോന്നുകയും ഈ കുടുംബത്തെ ചോദ്യം ചെയ്യുകയും അവസാനം ഈ അമ്മാവൻ കുറ്റമേൽക്കുകയും ചെയ്തത്. പക്ഷേ എൻ്റെ സംശയം ഇപ്പോഴും അമ്മാവൻ മാത്രമല്ല, ഈ ശ്രീതുവും അതിലൊരു പങ്കാളിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം. ഇത് എൻ്റെ വ്യക്തിപരമായ സംശയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കാറ്റും വെയിലുമേറ്റ് ഇങ്ങനെ ഉറച്ചിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് ദൂരം ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ DSP അദ്ദേഹം അവിടെ തുറക്കിയിട്ട് അവിടെ ചോദിച്ചു, അത് മാറി നിൽക്കുന്നു. അത് ഞങ്ങൾ തുണി കഴുകിയിടുന്നതിൻ്റെ അടുത്താണ്, അങ്ങനെന്തോ മാറിയതാണ്. അദ്ദേഹത്തിന് സംശയം അദ്ദേഹം കൊണ്ട് പറഞ്ഞു ഫയർഫോഴ്സ് വരട്ടെ എന്ന് പറഞ്ഞു. ഫയർഫോഴ്സ് ആദ്യത്തെ പരിശോധന തന്നെ പറഞ്ഞ് ബോഡിയുണ്ട്. പക്ഷേ ബോഡി വെള്ളത്തിന് മുകളിലല്ല, താഴെയാണ്. പക്ഷേ കുട്ടിയുടെ വയറ്റിൽ വെള്ളം കുടിച്ചതായിട്ടുള്ള ഒരുപാടും ബോഡി പുറത്തിറക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. വയറൊന്നും വീർത്തിട്ടില്ല. നോർമലി വെളുപ്പിനഴിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് കട്ടിയാണ് വയറ്റുണ്ടാകുന്നത് അത് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ മരണത്തിൽ അടിമുടി സംശയമാണ്. അത് പുറത്തുനിന്നൊരാൾ ചെയ്തതുമല്ല. ഇവരുടെ ഇത്തരം ലൈഫുകളിലൂടെ നോക്കുമ്പോഴേക്കും നമുക്കൊരു ഇതുണ്ട്. ഇപ്പോൾ ഇന്നൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ബാലാരം പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞു 30 ലക്ഷം രൂപ, ശ്രീതു പോയി പറഞ്ഞു 30 ലക്ഷം രൂപ കളവ് പോയി എന്ന് പറഞ്ഞു. പോലീസ് കാര്യങ്ങളെല്ലാം ചോദിച്ച് പിറ്റെന്നെങ്ങാണ്ട് വിളിച്ച് അവരുടെ പറഞ്ഞ് പരാതി പിൻവലിക്കാൻ പറഞ്ഞു. കാരണം അങ്ങനെയൊന്നും കളവ് പോയിട്ടില്ല. അങ്ങനെ എല്ലാത്തിലും തൊട്ടതിനും തൊട്ടയിട്ടും എല്ലാത്തിലും വെറും കള്ളമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങിന് വന്നവർ ഇവരെ തമ്മിലൊന്ന് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ബന്ധുക്കളാണ്, ഒരു ബന്ധുവാണ് എന്നോട് പറഞ്ഞത്. 58 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള ബാധ്യത പറഞ്ഞതുകൊണ്ട് ഇയാളെ ഇവിടെ ആക്കാൻ നോക്കൂ, അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം വന്ന് ഇയാളെ പിടിക്കും. അതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇതിൽ പെടേണ്ടത് ഈ ശ്രീധുവിൻ്റെ ഹസ്ബൻഡാണ്. കാരണം ഈ ബാധ്യതയുടെ കാര്യം പറഞ്ഞിട്ടും അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ കളവ് പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവർ വേണമെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ പേര് പോലും കേസ് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു. ഈ കുഞ്ഞിൻ്റെ കൊലപാതകം പോലും അയാളുടെ തലയിലേക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ശ്രീധു കുഞ്ഞ് കിടന്നത് അച്ഛൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞത്. ഇയാളെ പെടുത്താൻ വേണ്ടിയായിരിക്കും. പക്ഷെ എന്തോ അയാളുടെ ഭാഗ്യം കൊണ്ട് അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയാണ്, ഞാൻ വീണ്ടും പറയാണ്, എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഇത്ര മൃഗീയമായിട്ട് കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലാൻ കൊടുക്കാനോ കഴിയുന്നത്? അവർക്ക് വളർത്താൻ പറ്റുന്നില്ലയോ? വളർത്തുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ. വേണ്ട,
ഇവിടെ അമ്മത്തൊട്ടിലുണ്ട്, അവിടെ കൊണ്ട് ഉപേക്ഷിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ആ പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിൽ കൊണ്ട് എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വെള്ളം കുടിച്ചതായിട്ടുള്ള ഒരു ലക്ഷണം കാണിക്കുന്നില്ല എന്ന് ഈ മെമ്പർ പറയുന്നു. ഓൾറെഡി കൊന്നിട്ടായിരിക്കാം കൊണ്ടെറിഞ്ഞിട്ടുണ്ടാവുക. എന്തു തന്നെയാണെങ്കിലും ഇത്രയും മൃഗീയമായിട്ട് ഈ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ആ അമ്മയ്ക്കും അമ്മാവനും തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും പുറം ലോകം കാണരുത്, ഇല്ലെങ്കിൽ അവർ ഇല്ലാതാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമം മാറണം, മാറ്റി എഴുതേണ്ടതാണെങ്കിൽ മാറ്റി എഴുതണം. പണ്ട് ക്രൈംസ് ഒന്നും അധികം ഇല്ലാതിരുന്ന കാലത്താണ് ഈ ലഘുവായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം എന്നേ കഴിഞ്ഞു. എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന് തയ്യാറാവുന്നില്ല, എന്തുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അകത്ത് കിടക്കുന്നവരെ പുറത്ത് വിടാനാണ് സർക്കാരിന് താല്പര്യം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് തോന്നുന്നു എന്നും കൂടി എഴുതുക. താങ്ക്